എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് പോയാലോ. ഇന്നത്തെ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന ഡോക്ടർ വന്നിട്ട് പോകാനായിട്ട് ഇറങ്ങുവാണ്. ഈ സമയത്ത് ദേവേനയും ജയനും നയനെ അവിടെ നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് ഡോക്ടർ പോകാനിറങ്ങിയ ഡോക്ടർ പറഞ്ഞു, അതെ ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയെന്ന് പറയണം. അതെ നിങ്ങൾ കുറച്ചുകൂടെ മൂർത്തി സാറിന്റെ കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തണം കേട്ടോ എന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ജയൻ ചോദിച്ചു, അതെന്താ ഡോക്ടർ അങ്ങനെ പറഞ്ഞേ? ഞാൻ മുമ്പേ പറഞ്ഞായിരുന്നു 80% ഓക്കെ ആയെന്ന്. പക്ഷെ അത് ഓക്കെ ആയെന്ന് പറയാൻ പറ്റില്ല. മൂർത്തി സാറിന് എന്തൊക്കെയോ ഒരു വിഷമമുള്ള പോലെ എനിക്ക് തോന്നുന്നേ. മരുന്ന് കൊണ്ടും മന്ത്രം കൊണ്ടും പറ്റാവുന്ന ഒരു പരിധിയൊക്കെ ഉണ്ട്. അതിനേക്കാൾ അപ്പുറമാണ് മനസ്സിന്റെ സമാധാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനിയിപ്പോ മൂർത്തി സാറിനെ രക്ഷിക്കണമെങ്കിൽ അദ്ദേഹത്തിന് സന്തോഷം കൊടുത്തേ പറ്റുള്ളൂ എന്ന് പറയണം. അല്ല അതെന്താ ഇപ്പൊ അങ്ങനെ ഡോക്ടർ പറയാൻ കാരണം? ദേവേനയൊക്കെയാണ്. ഞാൻ ഇടയ്ക്ക് മൂർത്തി സാറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ സംസാരത്തിൽ നിന്ന് എനിക്ക് ചില കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഇതൊരു കൂട്ടുകുടുംബം അല്ലേ, ഇവിടെ പല പ്രശ്നങ്ങളും കാണും. അപ്പൊ അദ്ദേഹത്തിന് മനസ്സിനെ അലട്ടുന്ന എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോഴും അദ്ദേഹം പൂർണ്ണമായിട്ട് അദ്ദേഹത്തിന് മനസ്സിന് സന്തോഷം കൈവന്നിട്ടില്ല. അപ്പൊ അത് അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെ നന്നായിട്ട് ബാധിക്കും. ഇനിയിപ്പൊ അദ്ദേഹത്തിന്റെ ആരോഗ്യവും ജീവനും എല്ലാം നിങ്ങളുടെ കൈകളിലാണ്. നിങ്ങൾ അദ്ദേഹത്തെ എത്രമാത്രം സന്തോഷിപ്പിക്കുന്നോ, അദ്ദേഹത്തിന് എത്ര സന്തോഷം കൊടുക്കുന്നോ അത്രയും കാലം അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനായിട്ട് ജീവിച്ചിരിക്കുമെന്ന് പറയാണ്. ഞാൻ പറയാനുള്ള പറഞ്ഞു. എനിക്ക് മെഡിസിനും ചെയ്യാവുന്നതിനൊക്കെ ഒരു പരിധിയില്ലേന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അങ്ങോട്ട് പോവാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ജയന്റെ മുഖം അങ്ങോട്ട് വല്ലാതായിപ്പോയി. നയനയൊന്നും മിണ്ടാതെ അകത്തേക്ക് കയറി പോവാണ്. ഈ സമയത്ത് മുത്തശ്ശിനുള്ള മരുന്നൊക്കെ എടുത്ത് കൊടുക്കുമായിരുന്നു. മുത്തശ്ശൻ പറഞ്ഞു, ഈ മരുന്നും കൊണ്ടൊന്നും ഒരു കാര്യമില്ലല്ലോ, നമ്മുടെ മനസ്സാണ് ഏറ്റവും വലിയ പ്രധാനം എന്ന് പറയണം. അതെന്താ ഇപ്പൊ അങ്ങനെ തോന്നാൻ കാരണം? എത്ര മരുന്ന് കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇന്നിപ്പോ ഡോക്ടർ വന്നിട്ട് എനിക്ക് കുറവുണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷെ എന്റെ മനസ്സുണ്ടല്ലോ, എന്റെ മനസ്സ് ശാന്തമാകത്തില്ല എന്ന് പറയണം. ഇപ്പൊ എന്ത് ചെയ്യണം? ഞാൻ എന്തേലും ചെയ്തു തരണമെന്ന് മുത്തശ്ശി വയ്ക്കുക. താനൊന്നും ചെയ്തിട്ട് ഒരു കാര്യമില്ലടോ. ഈ സമയത്താണ് അങ്ങോട്ട് ആദർശ് വരുന്നത്. ഇപ്പൊ നയനയുടെ ആദർശിന്റെ കാര്യം ഓർത്തു നോക്കിയേ. ശരിക്കും നയനയുടെ മുന്നിൽ അവൻ അഭിനയിക്കുകയല്ലേ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്റെ മുന്നിൽ അഭിനയിക്കുകയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നയനയോട് ഇഷ്ടമാണെന്ന് കാണിച്ചുകൊണ്ടിരിക്കുകയല്ലേ ചെയ്യുന്നത്. അത് വെറും അഭിനയം മാത്രമാണ്. അതെനിക്കും മനസ്സിലാവുന്നുണ്ട്. പക്ഷെ എന്നിട്ടും എന്താടോ ആദർശിന് ആ കാര്യം മനസ്സിലാകത്തെ? അവൻ എന്താ എന്നെ കാണിക്കാൻ വേണ്ടി മാത്രം ഇങ്ങനെ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്? അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അവർ രണ്ടുപേരും ഒന്നാവണം, എങ്കിൽ മാത്രം എനിക്കൊരു മനസ്സമാധാനം ഉണ്ടാവുള്ളൂ എന്ന് പറയാണ്. ഈ സമയത്ത് നയനെ അങ്ങോട്ട് വരുന്നേ. നയനെ കണ്ട് ആദർശം അങ്ങോട്ട് പോവാണ്. പെട്ടെന്ന് മുത്തശ്ശൻ പറഞ്ഞു, ഇനി എത്ര നാളെന്ന് വെച്ചാൽ ഞാൻ ഉണ്ടാവണേന്ന് അറിയത്തില്ല. പക്ഷെ അതിനു മുമ്പ് അവർ രണ്ടുപേരും ഒന്നിക്കണം കാണുന്ന എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് അറിയത്തില്ല. അവള് എത്രമാത്രം ഇവിടെ കഷ്ടപ്പെടുന്നുണ്ടെന്നറിയാവോ? അത് നമുക്ക് വേണ്ടിയിട്ടാ, എനിക്ക് വേണ്ടിയിട്ടാ നയനമോൾ ഈ വീട്ടിൽ കിടന്ന് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്. അല്ലെങ്കിൽ പണ്ടേ അവൾ ഈ വീട്ടിൽ നിന്ന് പോകണ്ടെന്ന് പറയാണ്. ഈ സമയത്ത് ദേവയാനിയും കൂടെ അങ്ങോട്ട് വന്നു. ദേവയാനി കേട്ടു. പുറത്ത് നിന്നിട്ട് ഇവർ കേട്ടോണ്ടിരിക്കണേ. മുത്തശ്ശൻ പറഞ്ഞു, ഇനിയിപ്പം ഇങ്ങനെ അധിക കാലം മുന്നോട്ട് പോയിട്ടും കാര്യമില്ല. എത്രയും പെട്ടെന്ന് നയനെ അവർ അംഗീകരിക്കണം. ഇല്ലെങ്കിൽ പാവം അവൾ ഇവിടെ കിടന്ന് വിഷമിച്ച് കണ്ണീര് കുടിക്കുള്ളൂ എന്ന് പറയാം. മുത്തശ്ശി ചോദിച്ചു, അല്ല ഇതിപ്പോ എന്ത് ചെയ്യാനാ? മുത്തശ്ശൻ പറഞ്ഞു, പണ്ടേ താക്കോല് നയനയ്ക്ക് കൊടുക്കേണ്ട സമയം കഴിഞ്ഞു ദേവയാനി. ഇപ്പൊ ദേവയാനിയുടെ കാലം കഴിഞ്ഞു. ഇനിയിപ്പം നയനയ്ക്ക് വേണം. നയന വേണം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാണ്ട്. ഇത്രയും കാലം മൂത്ത മരുമോളെന്ന സ്ഥാനം എടുത്ത് ദേവയാനി വീട് ഭരിച്ചില്ലേ. ഇനിയിപ്പോ നയനയുടെ കൈ താക്കോല് കൊടുക്കട്ടെ. അവള് വേണ്ട ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി നടത്താനായിട്ട്. ഇത് കേട്ട മുത്തശ്ശി പറഞ്ഞു, ശരിയാ, അങ്ങനെ പറഞ്ഞ് ശരിയായിട്ടുള്ള കാര്യമാണ്. ഇനി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തേണ്ട ആള് നയനയാ. പക്ഷെ നയന മോളെ അംഗീകരിച്ചിട്ടില്ലോ ദേവയാനി എന്ന് പറയണം. ഇത് പുറത്തുനിന്ന് കേട്ട ദേവയാനിക്ക് അങ്ങോട്ട് സഹിച്ചില്ല. ഇവൾക്ക് താക്കോല് കൊടുക്കണം പോലും. ഇവിടുത്തെ കാര്യങ്ങള് താൻ എന്നിട്ട് ഇവളുടെ കീഴിൽ നിൽക്കണം. ആ ദേവേനെ സഹിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല. മുത്തശ്ശി പറഞ്ഞു, ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ദേവേനെ അവളെ അംഗീകരിക്കുമെന്ന് എനിക്ക് തോന്നില്ലെന്ന് പറയണം. മുത്തശ്ശി പറഞ്ഞു, ശരിയാ, അതെനിക്കറിയാം. പക്ഷെ അംഗീകരിച്ചേ മതിയാവുള്ളൂ. അല്ലെങ്കിൽ എന്റെ മനസ്സിന് ഒരിക്കലും സ്വസ്ഥത കിട്ടാൻ പോകുന്നില്ല. എനിക്ക് മനസ്സമാധാനം കിട്ടാൻ പോവില്ല. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നയനെ അങ്ങോട്ട് പോയി. നയനെ അങ്ങോട്ട് പോയ പറയും ദേവേനെ അങ്ങോട്ട് ചെല്ലുവാണ്. നയനെ അവിടെ പിടിച്ചിരുത്തണം. നീ എന്താ വിചാരിച്ചേ? മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നീ അങ്ങോട്ട് പൊങ്ങി നടക്കണ്ട കേട്ടോ. അതേ അങ്ങോട്ട് നിഗളിക്കൊന്നും വേണ്ട. നിനക്ക് ഒരിക്കലും ആ സ്ഥാനം കിട്ടാൻ പോകുന്നില്ല, മരുമോളെന്നുള്ള സ്ഥാനം. പിന്നെ താക്കോൽക്കൂട്ടം കൈ അടക്കി വെച്ച് ഇവിടെ ഭരിക്കാന്നുള്ള വല്ല വിചാരം ഉണ്ടെങ്കിൽ അതങ്ങോട്ട് മനസ്സിൽ നിന്ന് കളഞ്ഞാൽ മതി എന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ നയനയ്ക്ക് സങ്കടവും ദേഷ്യമൊക്കെ വന്നു. നയന പറഞ്ഞു, അമ്മ ഞാൻ അങ്ങനെ ഒന്നും ഒരിക്കലും വിചാരിച്ചിട്ടില്ലെന്ന് പറയണം. അതെ ആദർശിനെ സ്നേഹിക്കുന്നവർ കരുതി നീ ഇവിടെ നിൽക്കണ്ട കേട്ടോ. ഇല്ലമ്മ, ഞാൻ അങ്ങനെ ഒരിക്കലും കരുതി ഇവിടെ നിൽക്കില്ല. എനിക്കറിയാം ആദർശേട്ടനും അമ്മയൊക്കെ എന്നോട് എങ്ങനെയാ പെരുമാറുന്നതെന്നൊക്കെ. പിന്നെ ഞാൻ അതൊക്കെ സഹിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ആർക്കും വേണ്ടിയിട്ടല്ല, എന്റെ മുത്തശ്ശന് വേണ്ടി മാത്രമാണ്. ഞാൻ ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി മോശം, അതുകൊണ്ട് മാത്രം അവിടെ നിൽക്കുന്നത്. അല്ലാതെ ഇവിടെ നിൽക്കാനുള്ള ഇഷ്ടം കൊണ്ടൊന്നും അല്ലാന്ന് പറയണം. നീ പണ്ട് മുതൽ അഭിനയിക്കാൻ മേടിക്കാന്നറിയാം. അഭിനയിച്ച് അങ്ങോട്ട് തറക്ക്. അച്ഛനും അമ്മേനും കയ്യിലെടുക്കാനായിട്ട് നിനക്ക് സാധിക്കും. പക്ഷെ ഞങ്ങളുടെ അടുത്ത് നിന്റെ അടവൊന്നും നടക്കില്ല എന്ന് പറയണം.
ഞാൻ അടവൊന്നും എടുത്തല്ലമ്മേ, അഭിനയിച്ചതല്ല, ഉള്ള കാര്യം പറഞ്ഞ എത്ര കാലം ഞാൻ ഇവിടെ നിൽക്കുമെന്ന് എനിക്ക് അറിയില്ല എന്ന് പറയണം. നീ ചെയ്ത കാര്യങ്ങളൊക്കെ അത്ര നല്ല കാര്യങ്ങളാണല്ലോ, അതൊക്കെ ഞങ്ങൾക്ക് പെട്ടെന്നൊന്നും മറക്കാൻ പറ്റുന്ന കാര്യമല്ല, മറക്കത്തുമില്ലെന്ന് പറയാണ്. അതെനിക്കറിയാമേ, ഞാൻ ചെയ്ത തെറ്റാന്ന് എന്താന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ടല്ലേ ഞാൻ നിങ്ങളുടെ ആരുടെയും കാല് പിടിച്ച് വരാത്തെ. എൻ്റെ കൈ തെറ്റണമെന്ന് അറിയാവുന്നതുകൊണ്ടല്ലേ. അതുകൊണ്ട് അമ്മ വിഷമിക്കണ്ട കേട്ടോ. എനിക്ക് ഇവിടുത്തെ താക്കോൽക്കൂട്ടം വേണ്ട, ഒന്നും വേണ്ട. അമ്മ തന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിയോ. ഞാൻ ഈ വീട്ടിൽ എത്ര കാലം ഉണ്ടാവുമെന്ന് അറിയത്തില്ല. ഒരു പക്ഷേ മുത്തശ്ശനും കാലശേഷം ഞാൻ ഈ വീട് വിട്ട് ഇറങ്ങേണ്ട വന്നേക്കാം. അതൊക്കെ എനിക്ക് നല്ല ബോധ്യമുള്ള കാര്യമാണ്. അമ്മ അതിനെക്കുറിച്ച് വറീഡാവണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നയനെ അങ്ങോട്ട് കയറി പോവാണ്. ഈ സമയത്ത് ദേവേനിക്ക് നല്ല ദേഷ്യം വന്നു. പിന്നീട് കാണിക്കുന്ന അബിയാണെങ്കിൽ അങ്ങോട്ട് പോകുന്ന സമയത്ത് അത് ക്യാമറ എടുത്ത് നോക്കുവാണ്. നോക്കിക്കഴിയുമ്പോഴത്തേന് നവ്യ അവിടെ നിൽക്കുന്നുണ്ട്. നീ അവിടെ ഇരിക്കടി, എങ്ങനെ നീ തലയ്ക്ക് അങ്ങ് ചൂട് പിടിച്ചിരിക്കുക. ഈ സമയത്ത് ഒരു മെസ്സേജ് നവ്യയുടെ ഫോണിലേക്ക് വരുന്നത്. പെട്ടെന്ന് അബിയുടെ ഫോണിൽ ഒന്ന് റിങ് ചെയ്തു. നവ്യക്കാണ് ദേഷ്യം. അവനാ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നത്. അവനിത് എന്തിന്റെ കേടാ പോലും. തന്നെ ഇത്ര നാളെ ദ്രോഹിച്ച പോരാ, ഇനിയും തന്നെ ദ്രോഹിക്കാനുള്ള പുറപ്പാടവനെ. ഇതിങ്ങനെ വിട്ടിട്ട് കാര്യമില്ല. എന്ത് ചെയ്യണമെന്നോർത്ത് നവ്യ തലപോഞ്ഞിരിക്കുക. ഈ സമയത്ത് ഫോണിൽ കൂടെ നോക്കിക്കഴിഞ്ഞിട്ടിപ്പം അബിക്ക് മനസ്സിലായി നവ്യ ചൂട് പിടിച്ചിരിക്കുക. നീ അങ്ങനെ ഇരിക്കടേ അവിടെ. അധികം വൈകാതെ തന്നെ നിന്റെ അനന്തപുരി ഞാൻ വെളിയിലാക്കും. എന്നോടാ നിന്റെ കളി. ഈ അബി ആരാന്ന് നീ ശരിക്കും അറിഞ്ഞിട്ടില്ല എന്ന് പറയാണ്. പിന്നീട് കാണിക്കുന്ന നന്ദുവിനെ ഫോൺ ചെയ്യുവാണ്. നയനയ്ക്ക് ഒരു സമാധാനം ഇല്ലായിരുന്നു. നന്ദുവിന് എന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ടൊക്കെയാണെന്ന് തോന്നി. അങ്ങനെ നന്ദുവിനെ ഫോൺ വിളിച്ചപ്പോൾ നന്ദു പുറത്തായിരുന്നു. എന്താ ചേച്ചി, നീ എന്താ നന്ദു എന്നെ ഈയിടെ ഒന്നും വിളിക്കാത്തേന്ന് ചോദിക്കണം. ഒന്നുമില്ല, നിനക്ക് എന്തോ കാര്യമായിട്ടൊരു പ്രശ്നമുണ്ട്. നീ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലോ. എനിക്ക് ഒരു കുഴപ്പമില്ല ചേച്ചി എന്ന് പറയണം. എന്തുണ്ടെങ്കിലും നീ ചേച്ചിയോട് തുറന്നു പറയാൻ മടിക്കരുത് കേട്ടോ. അറിയാലോ, എന്തുണ്ടെങ്കിലും എന്നോട് പറയണമെന്ന് പറയാം. അതൊന്നും ഓർത്ത് ചേച്ചി വിഷമിക്കണ്ട കേട്ടോ. എനിക്കൊരു പ്രശ്നമില്ലെന്ന് പറയാണ്. ഇങ്ങനെ പറഞ്ഞിട്ട് ഫോൺ വെച്ച് കഴിയുമ്പോഴാണ് അങ്ങോട്ട് അനി വരുന്നത്. അപ്പം അനി കണ്ടപ്പോൾ ചോദിച്ചു, അല്ല നീ ഇവിടെ നന്ദുവിനെ കാണാറില്ലേന്ന് ചോദിക്കുകയാണ്. അതെന്താ അടുത്ത് അങ്ങനെ ചോദിച്ചേ? അല്ല നന്ദുവിനെ കുറിച്ചൊന്നും പറയുന്നത് കേട്ടില്ല. അല്ല നീ നന്ദുവിന്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്നല്ലേ പറയണേ. അവൾക്ക് എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. ഈയിടെയായിട്ട് പഴയ പോലെ ഒന്നും അല്ല, ആരോടും അധികം സംസാരമില്ല. എന്നെ പോലും വിളിക്കാറില്ലെന്ന് പറയാ. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ അനി പറഞ്ഞു, ഇതാ എനിക്ക് ഏട്ടത്തിയോടും പറയാനുള്ളത്. നന്ദു എന്നെ ഒന്ന് ഒഴിഞ്ഞു മാറി നടക്കുക വെച്ചി. എന്തോ ഒരു കാരണമുണ്ട്. എന്താന്ന് അവൾ എന്നോട് തുറന്നു പറഞ്ഞിട്ടില്ല എന്ന് പറയാ. ആഹാ, അത് കൊള്ളാലോ. നിന്നോട് പറയാതെ അവൾ ഇരിക്കുമെന്ന് ചോദിക്കാൻ. എനിക്കറിയത്തില്ല ഏട്ടത്തി എന്ന് പറയണം. അന്നൊരു കാര്യം ചെയ്യ, നീ എന്ത് കണ്ടുപിടിക്കണമെന്ന് പറയാം. ഇനിയിപ്പോൾ അവളുടെ മനസ്സ് വേറെ ആരെങ്കിലും ഉണ്ടോ? ഇത് കേട്ടപ്പോൾ അനു പറഞ്ഞു, ശരിയാ, അത് അവളോടൊന്ന് ചോദിച്ചു നോക്കിയല്ലേ. അങ്ങനെ വരാൻ വഴിയില്ല. അവൾക്ക് ഒത്തിരി ബോയ് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. പക്ഷെ ഇന്ന് വരെ അവൾക്കൊരു റിലേഷൻഷിപ്പ് അങ്ങനെയൊന്നും ഇല്ല. അവൾക്ക് ആരോടും പ്രണയമൊന്നും തോന്നിയിട്ടില്ല. അറിയാലോ അവളുടെ സ്വഭാവം എന്താന്ന് എനിക്ക് നന്നായിട്ട് അറിയാവുന്നല്ലേ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. അവൾക്ക് അങ്ങനെയല്ല, അവൾക്ക് തന്നോട് ഇഷ്ടമുണ്ടെന്നാണ് തോന്നുന്നത്. ഏട്ടത്തെ ഒന്ന് ചോദിക്കണമെന്ന്. പക്ഷെ അങ്ങനെ ഡയറക്റ്റായിട്ട് ചോദിക്കാൻ പറ്റില്ലല്ലോ. പെട്ടെന്ന് അനി പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, ഏട്ടത്തി ചോദിക്കുവാണെങ്കിൽ അവൾ സത്യാവസ്ഥ തുറന്നു പറയായിരിക്കും. അവളുടെ ഉള്ളിൽ ആരെങ്കിലും ഉണ്ടെ തുറന്നു പറയായിരിക്കും എന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ നായന പറഞ്ഞു, അങ്ങനെയൊന്നും ഉണ്ടാകാൻ വഴിയില്ല. അവൾക്ക് നന്നായിട്ടറിയാം എന്റെയും ചേച്ചിയുടെയും കാര്യം. ഞങ്ങൾ രണ്ടും ഈ വീട്ടിൽ വന്ന് എത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ടെന്ന്. അപ്പൊ അത് അവളുടെ മനസ്സിലുള്ളതുകൊണ്ട് അതായിരിക്കും അവളുടെ വിഷമത്തിന് കാരണം. ഇപ്പൊ ഈയിടെ ഇത്ര വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായല്ലോ. അല്ലാതെ അവൾക്ക് ആരുടെ ഒരു പ്രണയമൊന്നും തോന്നാൻ ഒരു വഴിയില്ല അനിന്ന് പറയണം. അനി പറഞ്ഞു, ഏട്ടത്തി അങ്ങനെ വിചാരിക്കണ്ട. എന്താ നന്ദുവിനോട് തുറന്നു ചോദിക്കുക. അവളുടെ മനസ്സിൽ എന്താന്ന് നമുക്ക് അറിയാലോ എന്നും പറഞ്ഞിട്ട് അനി അങ്ങോട്ട് പോവാണ്. ഈ സമയത്ത് നയനെ ഓർത്തു, അല്ല ഇതെന്താ ഇപ്പിനി ഇങ്ങനെ പറയാൻ കാരണം? ഇനി നന്ദുവിന്റെ മനസ്സിൽ വേറെ ആരെങ്കിലും ഉണ്ടാവോ? പറയാൻ പറ്റില്ല, മനുഷ്യന്റെ കാര്യമല്ലേന്ന് ഓർത്തിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്ന നയനെ സങ്കടപ്പെട്ട് മുറിയിൽ പോയിരിക്കുന്ന സമയത്താണ് അങ്ങോട്ട് ജാനകി വരുന്നത്. ജാനകി വന്നിട്ട് പറഞ്ഞു, എന്ത് പറ്റി മോളെ, നിന്റെ മുഖം എന്താ വല്ലായിരിക്കണെന്ന് എനിക്ക്. ഒന്നുമില്ല. എന്തേലും പ്രശ്നമുണ്ടോ? എന്ത് പ്രശ്നമോ ഇളയമ്മേ? ഇനിയിപ്പൊ ഞാൻ ഇവിടെ എത്ര കാലം ഉണ്ടാവുമെന്ന് അറിയത്തില്ല. ഇളയമ്മയ്ക്ക് അറിയാലോ. മുത്തശ്ശനും കാലശേഷം ഞാൻ ഈ വീട്ടിൽ നിന്ന് പോകേണ്ട വരുമെന്ന് പറയണേ. അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കില്ല. അതൊക്കെ ഇളയമ്മയ്ക്ക് വെറുതെ തോന്നുന്ന കാര്യമല്ലേ. എല്ലാവരും കാണിക്കാൻ വേണ്ടി പോലും ആദർശേട്ടനോ അമ്മ എന്നോട് സ്നേഹം കാണിക്കുന്നില്ല. മുത്തശ്ശിയുടെ അടുത്ത് അവരൊന്ന് അഭിനയിച്ചാലെങ്കിലും മതിയായിരുന്നു. അതുപോലും അവർ നടത്തുന്നില്ലെന്ന് പറയണേ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും തന്നെ ജാനകിക്ക് ദേഷ്യവും സങ്കടം വന്നു. ജാനകി എന്നാലും എന്ത് സാധനങ്ങളല്ലേ. ഇതൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ്റെ മുന്നിൽ പൊളിച്ചടുക്കുകയോ ചെയ്യണ്ടേ. ഇവരിങ്ങനെയൊക്കെ മോളോട് ചെയ്യുന്നത് പറയണം. ഇത് കേട്ടപ്പോൾ നയനു അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ സമയത്താണ് ആദർശ് പുറത്തു വന്നത്. മുറിയുടെ പുറത്ത് ആദർശ് വന്നു. ആദർശ് കേട്ട് ഇവർ പറയുന്ന കാര്യങ്ങളൊക്കെ, ഇതെന്റെ ആവശ്യമൊന്നുമില്ല. എന്തിനാ ആദർശേട്ടൻ എന്നെ ഇഷ്ടമില്ല. കുറെ കാലം കഴിയുമ്പോൾ മാറുമെന്നൊരു വിചാരത്തിൽ ഞാൻ കഴിയുന്നേ. മുത്തശ്ശൻ പറഞ്ഞ പോലെ നമ്മൾ അവരോടൊപ്പം അടുത്ത് നിൽക്കണം. കുറെ കാലം കഴിയുമ്പോൾ അവരുടെ മനസ്സ് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. ആ ഒരു പ്രതീക്ഷയോട് കൂടിയാ. അത് എത്രമാത്രം വലിയ പ്രതീക്ഷയാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. എത്രമാത്രം ആ കാര്യം സാധിക്കുമെന്ന് അറിയാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പുവരാം, മുത്തശ്ശിയുടെയും കാലശേഷം ഞാൻ ഇവിടെ ഉണ്ടാവുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ലെന്ന് പറയണത്. ഇത് കേട്ടപ്പം
ജാനകി പറഞ്ഞു ഇങ്ങനെയൊന്നും പറയല്ലേ മോളെ എന്ന് പറയണേ. പിന്നെ ഞാൻ എങ്ങനെ പറയണം? ഞാൻ തെറ്റ് ചെയ്തു, പക്ഷെ അതിന്റെ പേരിൽ ആദർശാൻ എന്നെ ശിക്ഷിച്ചുകൊണ്ടിരിക്കുക. ഞാൻ എന്റെ നിരപരാധിത്വം വെളിവാക്കാൻ ശ്രമിച്ച, പക്ഷെ അതൊന്നും ആദർശാണ്ട് മനസ്സിലാകുന്നില്ല. ഇനിയിപ്പൊ എനിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല എന്ന് പറയണേ. ജാനകി പറഞ്ഞു മോള് വിഷമിക്കണ്ട, ധൈര്യമായിട്ടിരിക്കുക, എല്ലാം ശരിയാവുമെന്ന് പറയണം. ആഗ്രഹമുണ്ട് ഇളയമ്മേ, പക്ഷെ സാധിക്കണ്ടേ? ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പത്തിന് ആദർശം അങ്ങോട്ട് മിണ്ടാതെ അങ്ങോട്ട് പോവാണ്. അങ്ങോട്ട് മുറിയിലേക്ക് പോലും കയറില്ല. പിന്നീട് കാണിക്കുന്ന നന്ദു ഒരു കോഫി ഷോപ്പിൽ ഇരിക്കുന്ന സമയത്താണ് അനി അങ്ങോട്ട് വരുന്നത്. അനി വന്നിട്ട് ചോദിച്ചു നീ എന്താ നന്ദു, ഞാൻ വിളിച്ചിട്ട് ഫോൺ പോലും എടുക്കുന്നില്ലോ എന്ന് ചോദിക്കണം. അല്ല അത് പിന്നെ എന്താ പ്രശ്നം, നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്നോട് തുറന്നു പറ. തുറന്നു പറയാൻ പാകത്തിന് പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് പറയാണ്. പിന്നെ എന്താ നീ എന്നെ ഇന്ന് ഒഴിഞ്ഞു മാറുന്നേ? ഒഴിഞ്ഞു മാറിയൊന്നുമില്ലോ, അതൊക്കെ എനിക്ക് തോന്നിയത്, എനിക്ക് ഇച്ചിരി തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാന്ന് പറയാണ്. നന്ദു വെറുതെ നീ എന്നോട് കള്ളത്തരം പറയണ്ട, എനിക്ക് മനസ്സിലായിട്ടോ നീ എന്നെ മനഃപൂർവ്വം അവോയ്ഡ് ചെയ്യുന്നതെന്ന്. അതെ, എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നിന്നോട് സംസാരിക്കാണ്ടായിരുന്നു പറയാം. എന്നോട് എന്തിനാ സംസാരിക്കണേ? അതൊക്കെ അനാമികയോട് സംസാരിച്ചാൽ പോരെന്ന് ചോദിക്കാം. അനാമികയോടോ? നന്ദു അനാമികനെ കണ്ട എന്ന് മുതല കുറച്ച് കാലമായല്ലേ കണ്ടിട്ടുള്ളൂ. ഞാൻ അതിനു മുമ്പ് നിന്നെയല്ലേ കാണാൻ തുടങ്ങിയത്. എല്ലാ കാര്യങ്ങളും നീയുമായിട്ടുള്ള ഷെയർ ചെയ്തോണ്ടിരുന്നേ. എനിക്ക് നിന്നോട് പറയേണ്ട കാര്യം നിന്നോടാ പറയണ്ടേന്ന് പറയാം. നന്ദു പറഞ്ഞു വേണ്ട അനി, ഇനി അതൊന്നും എന്നോട് പറയണ്ട, എല്ലാം അവളോട് പറഞ്ഞാൽ മതി. ജീവിത പങ്കാളിയാന്ന് അവളല്ലേന്ന് ചോദിക്കണം. എന്റെ നന്ദു നീ നിർത്തുന്നുണ്ടോ? ഇപ്പോൾ കല്യാണം വേണ്ടെന്ന് പറഞ്ഞിരുന്നത് ഞാനാ. അനാമയുടെ വീട്ടുകാർ നന്നായിട്ട് ഫോഴ്സ് ചെയ്ത് മുത്തശ്ശൻ, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കല്യാണം നടത്തണമെന്ന് മുത്തശ്ശൻ തീരുമാനിച്ചിരിക്കുന്നത്. എനിക്കാണെങ്കിൽ കല്യാണത്തിന് ഒരു താല്പര്യമില്ല. ഞാൻ അവളെ വെറുതെ ഒരു ആരാധികയായിട്ട് മാത്രം കണ്ടിരുന്നേ. പക്ഷെ എല്ലാം സംഭവിച്ചു പോയി. നന്ദു നീ എനിക്കൊരു ഉപാധി പറഞ്ഞു തരാൻ പറയണം. ഇത് കേട്ടപ്പോൾ നന്ദു പറഞ്ഞു ഞാൻ എന്ത് പറഞ്ഞു തരാനാ? എനിക്കൊന്നും പറയാനില്ല, പ്രത്യേകിച്ച് അനിയോട്. അനിയായിട്ട് തെരഞ്ഞെടുത്ത ജീവിതമല്ലേ, ഞാൻ എന്ത് പറയാനാന്ന് ചോദിക്കണം. എന്നാലും ഇല്ല നീ, എനിക്കൊരു പ്രശ്നവുമില്ല. എന്നെ വെറുതെ വിട്ടേക്കാൻ പറഞ്ഞിട്ട് നന്ദു അങ്ങോട്ട് എഴുന്നേക്കുവാണ്. ഇത് കണ്ടപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, അനി ഇരിക്കുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. അപ്പൊ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷയുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.